നമ്മുടെ ശരീരം, ഒരു മനുഷ്യൻ്റെ ശരീരം പാപ സ്വഭാവങ്ങളുടെ ഉറവിടമാണ്. ശരീരത്തിന് ആഗ്രഹങ്ങളുണ്ട്, ശരീരത്തിന് ചില ആസക്തികളുണ്ട്. അപ്പോൾ എന്താണ് ഈ ശരീരത്തിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നോ ദൈവത്തിൻ്റെ വചനം വായിക്കണമെന്നോ എന്നൊന്നുമല്ല. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും ആസക്തികളെയും ശമിപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ സംതൃപ്തരാവുക എന്നൊരു ഉദ്ദേശമാണ് ശരീരത്തിനുള്ളത്. നമ്മുടെ ജഡത്തെ, അതായത് ഈ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ ഈ ജഡസ്വഭാവം, ഈ ശരീരത്തിൻ്റെ സ്വഭാവം, അതായത് പാപ സ്വഭാവം അല്ലെങ്കിൽ പാപം നമ്മളെ നിയന്ത്രിക്കും. എന്തൊക്കെയാണ് ഈ ജഡസ്വഭാവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ലൈംഗികമായ ദുർനടപ്പ്, മദ്യപാനം, നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന വിശുദ്ധിയില്ലാത്ത പ്രവൃത്തികൾ, ആഹാരത്തോടുള്ള ആർത്തി, ഇതെല്ലാം ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണ്. ശരീരത്തെ നമ്മൾ കൂടുതൽ ലാളിക്കാതെ നമ്മുടെ ശരീരത്തെ നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കുവാൻ നമ്മൾ നിർബന്ധിക്കണം. അതാണ് പൗലോസും ചെയ്തിരിക്കുന്നത്. 1 കൊരിന്ത്യർ 9:27 വായിക്കാം. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ അയോഗ്യനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. പൗലോസ് പറഞ്ഞു, പൗലോസ് ശക്തമായിട്ട് പ്രസംഗിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ലേഖനങ്ങളിലൂടെയൊക്കെ അറിയിക്കുന്നു, എഴുതുന്നു, ശരി തന്നെയാണ്. എന്നിട്ട് ഞാൻ തന്നെ അയോഗ്യനായി തീരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാ? എൻ്റെ ശരീരം കാരണം. അതുകൊണ്ട് എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോൾ പൗലോസിൻ്റെ ശരീരത്തെ പൗലോസിനെ കൊണ്ട് നിയന്ത്രിപ്പിക്കുവാൻ പൗലോസ് ശ്രമിച്ചു. നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിച്ചില്ല എങ്കിൽ ശരീരം നമ്മുടെ ബോസാകും. നമ്മുടെ ബോസ് നമ്മുടെ ശരീരമായാൽ പിന്നെ നമ്മൾ ആ ശരീരത്തിൻ്റെ അടിമയായിട്ട് മാറും. ശരീരം പറയുന്നത് നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. അതായത് 2 പേർ മത്സരിക്കുമ്പോൾ അതിൽ ശക്തി കൂടിയത് ആരാണോ അവർ വിജയം നേടുന്നത് പോലെയാണ് നമ്മുടെ ശരീരവുമായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ ജയിക്കണം. ശരീരത്തെ നമ്മൾ നിയന്ത്രണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം. എങ്ങനെ നമ്മുടെ ശരീരത്തെ നമ്മൾ കൺട്രോൾ ചെയ്യണം? ഒന്നാമതായി നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിൻ്റെ കൃപയ്ക്കായി. ദൈവം തന്നെ കൃപയാൽ നമ്മളെ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറച്ച് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. രണ്ടാമതായി, താൽക്കാലികമായ സുഖഭോഗങ്ങൾ വേണ്ട എന്ന് നമ്മൾ വയ്ക്കണം. മൂന്നാമതായി, ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. നാലാമതായി, ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ശരീരത്തെ അച്ചടക്കം പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ചെയ്യണം. അതായത് നമുക്ക് ദൈവത്തെ സ്തുതിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ശരീരം പറയും ഇപ്പോൾ സ്തുതിക്കണ്ട. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ശരീരം പറയും വേണ്ട, ഇന്ന് നീ കിടന്നുറങ്ങിക്കോ, നാളെ പ്രാർത്ഥിക്കാം. വചനം വായിക്കാനിരിക്കുമ്പോൾ ശരീരം പറയും നിനക്ക് ക്ഷീണമാണ്, നീ ഉറങ്ങിക്കോ. അപ്പോൾ നമ്മുടെ ശരീരം പറയും നോ. അതിനെ അതിജീവിക്കുവാൻ നമുക്കൊരു ശക്തമായ തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്നെ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ ശരീരത്തെ ഞാൻ ദൈവത്തിൻ്റെ വചനത്താൽ ഞാൻ നിയന്ത്രിക്കും. ദൈവം അതിനെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.